ഇനി നമുക്ക് കൊല്ലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. കൊല്ലത്തും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരുടെ വീട്ടിൽ ഇഡിയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും പട്ടത്താനം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് ഇഡിയുടെ പരിശോധന പുരോഗമിക്കുന്നത്. അവയവദാനത്തിനായി ആളുകളെ കണ്ടെത്തി നൽകുന്ന ഏജന്റായി ശ്രീജ പ്രവർത്തിച്ചുവെന്നും കമ്മീഷൻ തുകകൾ ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇഡി പരിശോധിച്ചത്. ബാങ്ക് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. സുധീറിന്റെ വീട് അടഞ്ഞുകിടക്കുന്നതിനാൽ പരിശോധന നടത്താൻ കഴിയാതെ ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു. കൊല്ലത്ത് നിന്നും എസ് വിനീഷ് ചേരുന്നു. വിനീഷ, ഈ ശ്രീജ നേരത്തെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ പിടികിട്ടിയ പ്രതിയാണ്. ശ്രീജയുടെ അന്നത്തെ ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. എന്താണ് ഇഡിയുടെ അന്വേഷണം? ഏത് വിധേനയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും നവമി, അങ്ങനെ തന്നെയാണ്. അവയവ കച്ചവട കേസിൽ കൊല്ലത്ത് ഇഡിയുടെ റെയ്ഡ് നടന്നിരുന്നു. ആയത്തിൽ സ്വദേശിനിയും കേസിലെ പ്രതിയുമായ ശ്രീജയുടെ വീട്ടിലാണ് പരിശോധന ഇന്ന് നടന്നത്. രാവിലെ 6 മണിയോടെയാണ് കേന്ദ്ര പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ റെയ്ഡ് നടന്നത്. ഇഡി ഉദ്യോഗസ്ഥർക്കൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. അതിന് സ്വാഭാവിക നടപടിയാണ്. വീട്ടിൽ നിന്ന് രേഖകളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ വ്യാജരേഖകൾ ചമച്ച് നിയമവിരുദ്ധ അവയവ കച്ചവടം നടത്തിയ കേസിൽ ശ്രീജയും പട്ടത്താനം സ്വദേശി സുധീറും അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ മാസം കിളികന്നൂർ പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ശ്രീജയുടെ മൊബൈൽ ഫോൺ പരിശോധനയിൽ എറണാകുളത്തെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിർണായകമായ തെളിവുകളായിരുന്നു ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന കേസിൽ സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി കണ്ടെത്തിയത്. അങ്ങനെയാണ് ഇഡി ഇത് പരിശോധനയ്ക്കായി എത്തുന്നത്. ഇരുവരും നിലവിൽ ജാമ്യത്തിലാണെങ്കിലും പരിശോധനയ്ക്കിടെ ശ്രീജയെ ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുധീറിന്റെ വീട് ഇന്ന് അടഞ്ഞുകിടക്കുകയായിരുന്നു. അതുകൊണ്ട് സുധീറിന്റെ വീട്ടിൽ ഇന്ന് പരിശോധന നടന്നില്ല. ശ്രീജയുടെ വീട്ടിലായിരുന്നു പരിശോധനകൾ നടത്തിയത്. നിരവധി രേഖകൾ ഇഡി ഉദ്യോഗസ്ഥർ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ശ്രീജയിൽ നിന്നും നിർണായക വിവരങ്ങളും ലഭ്യമായതാണ് ചില സൂചനകൾ. ഈ അവയവ കച്ചവട ശൃംഖല വഴി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇത്തരം പരിശോധനകൾ. കിളികല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണത്തിൽ കൊല്ലം പരിധിയിൽ പരിശോധനകൾ നടന്നു വരുന്നത്. വിനീഷ്, ഒരു കാര്യം കൂടി, ശ്രീജയുടെ അക്കൗണ്ട് വിവരങ്ങൾ ഇഡി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീജ ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചത്? ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ലേ? മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ശ്രീജയെ ചോദ്യം ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇഡി കടക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ അറസ്റ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസിന്റെ പോക്ക്. അതായത് ശ്രീജയിൽ നിന്നും നിർണായക വിവരങ്ങളാണ് ഇഡിക്ക് ലഭ്യമായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ടുള്ള രേഖകൾ ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇഡി അത് വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ ഒരു കൃത്യത്തിന് ശേഷം ഇവരുടെ മൊബൈൽ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പരിശോധിക്കാനായിട്ട് തന്നെയായിരുന്നു ബാങ്ക് അധികൃതരും ഇന്ന് ഉണ്ടായിരുന്നു. ഇവരുടെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ, അത് നിർണായകമായിരുന്നു മൊബൈൽ ഫോണിലെ വിവരങ്ങൾ. അതിൽ നിന്നും കിട്ടിയ ചില ഡേറ്റകൾക്കനുസരിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇത് അറസ്റ്റിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. നിലവിൽ കിളികല്ലൂർ പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇരുവരും ജാമ്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസിലെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച ശ്രീജയുടെ വീട്ടിലും ഇഡിയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. ശ്രീജയുടെ വീട്ടിൽ നിന്നും എന്തൊക്കെ കണ്ടെത്തി, എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ഇഡിക്ക് ലഭിച്ചതെന്നൊക്കെ നമുക്ക് വരും മണിക്കൂർ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാസർഗോഡും ഈ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഈ കേസിലെ അവയവക്കടത്ത് കേസിലെ ഇടനിലക്കാരന്റെ മുഖ്യപ്രതിയുമായ നജീബ് കല്ലട്ടറയുടെ വീട്ടിലാണ് ഇഡിയുടെ പരിശോധന. കാസർഗോഡ് മേലെപ്പറമ്പിലെ വീട്ടിലാണ്
റെയ്ഡ് പുരോഗമിക്കുന്നത്. നമുക്ക് കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയാണ് നജീബ്. ആദ്യം പോലീസ് പിടിയിലാക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒപ്പം നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നതും ഈ നജീബിൽ നിന്നാണ്. എങ്ങനെയാണ് നജീബിന്റെ വീട്ടിലെ പരിശോധന പുരോഗമിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ED വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്? നവമി, അവയവദാന കടത്ത് കേസിൽ അല്ലെങ്കിൽ ഈ കച്ചവട കേസിൽ ED കൂടി പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിൽ ഏറ്റവും മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന മുഹമ്മദ് നജീബ് കല്ലട്രയുടെ മേൽപ്പറമ്പ് കടനാടിലുള്ള വീട്ടിലാണ് പുലർച്ചെ 6 മണി മുതൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനം ഈ ഒരു പരിശോധന തന്നെയാണ്. കാരണം ഇതിൽ ഇടനിലക്കാരനായി വലിയ തോതിൽ പ്രവർത്തിച്ച ഒരാളാണ് നജീബ്. മാത്രമല്ല, ഈ നജീബിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്കറിയാം ഇയാൾക്കെതിരെ കൊലപാതകം, അതുപോലെ തന്നെ മോഷണം തുടങ്ങി നിരവധി കേസുകളുണ്ട്. അതായത് 13ഓളം കേസ് ഇയാളുടെ പേരിൽ കേരളത്തിലും കർണാടകയിലുമായുണ്ട്. അത്രത്തോളം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. ഇയാളുടെ വീട്ടിലെ ഈ പരിശോധന വളരെ നിർണായകം എന്ന് പറയേണ്ടി വരും. ഏതായാലും CRPF ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി വലിയ തോതിൽ പരിശോധന നടക്കുന്ന സാഹചര്യമാണ് നമ്മൾ രാവിലെ മുതൽ കാണുന്നത്. എന്തൊക്കെ രേഖകൾ ഇവിടെ നിന്നും പിടിച്ചെടുത്തു, അല്ലെങ്കിൽ അത്തരം തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ ഗേറ്റ് അടച്ച് CRPFന്റെ സുരക്ഷയോടുകൂടി അതീവ സുരക്ഷയോടുകൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. ഇതിൽ EDക്ക് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിരവധി ബാങ്കുകളിൽ നിന്നായി പണം വ്യാപകമായി വന്നിട്ടുണ്ട്. അതിന്റെ ഉൾപ്പെടെ കണക്ക് എടുത്താണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരും ഈ ഒരു പരിശോധനയിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് EDക്ക് കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്ന് പറയേണ്ടി വരും. വളരെ നിർണായകമാണ്. അവയവദാന കച്ചവട കേസിലെ വളരെ നിർണായകമായ ഒരു പരിശോധന എന്ന് പറയേണ്ടി വരും. ഇതിൽ ഈ നജീബ് പ്രധാനമായും 5 മുതൽ 10 ലക്ഷം രൂപ വരെ വില കൊടുത്താണ് ഇങ്ങനെ അവയവം സ്വീകരിക്കുക. പിന്നീട് അത് 50 ലക്ഷവും അതിന് മുകളിലും ഇങ്ങനെ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. ഇതിൽ വ്യാജരേഖ ചമയ്ക്കുന്ന ഒരു കേന്ദ്രം അത് മേൽപ്പറമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേൽപ്പറമ്പ് കേന്ദ്രീകരിച്ച് ഈ ഒരു സെന്ററിൽ നിന്നാണ് കേരളത്തിലെ മുഴുവൻ ഈ ഒരു അവയവദാന കച്ചവടവുമായി ബന്ധപ്പെട്ട വ്യാജരേഖകൾ ചമച്ചതെന്നാണ് കണ്ടെത്തൽ. നേരത്തെ NIA ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. ഇയാളുടെ സ്ഥാപനത്തിലും പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ED ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. EDക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൃത്യമായ തെളിവുകൾ ഇനി ഈ പരിശോധനയിൽ കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും നജീബിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകൾ, അത് കൊലപാതകം ഉൾപ്പെടെ കേസുകൾ ഉള്ള ഒരാളാണ്. ഇയാളിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് EDക്ക് ലഭിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NIA ഉൾപ്പെടെ അന്വേഷിച്ച ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ EDയുടെ ശക്തമായ പരിശോധന നടക്കുന്നത്. ഏതായാലും എപ്പോഴും ഈ പരിശോധന തുടരുകയാണ്. നവമി, ബൈജു, മറ്റൊരു കാര്യം കൂടി, ഈ നജീബ് എന്ന വ്യക്തിയുടെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. കൊലപാതക കേസിലടക്കം പേരുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാള് വീണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് വേണ്ട വിധത്തിൽ ഇയാളെ കൈകാര്യം ചെയ്യാത്തത്? ഈ അവയവക്കടത്ത് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കേസല്ല. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരിൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ്. ഇതൊരു വലിയ ശൃംഖലയാണ്. അതിലെ മുഖ്യപ്രതിയായി ഇയാൾ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാത്തത്? അതോടൊപ്പം തന്നെ ഇയാളുടെ നേരത്തെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിയും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അതിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ? ഈ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട്. ഇവർക്കൊന്നും ഇത്രയും കാലമായി ഇയാളെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കച്ചവടം, അവയവദാന കച്ചവടമൊക്കെ നടത്തുമ്പോൾ അത് കണ്ടെത്താനോ ആ സമയത്ത് തന്നെ തടയിടാനോ അതല്ലെങ്കിൽ നടപടിയെടുക്കാനോ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ഖേദകരമാണ്. കാരണം ഇയാൾക്ക് വലിയ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇയാളുടെ വീട് കണ്ടാൽ തന്നെ അത്രത്തോളം വലിയൊരു വീടാണ്. ചുറ്റുമതിലാണ്. അകത്തേക്കൊന്നും ആളുകൾക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ വലിയ ഗേറ്റൊക്കെ ഉള്ള ഒരു വീടാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. അത്രത്തോളം ഈ രീതിയിൽ സമ്പാദിക്കുക, അതായത് മറ്റ് ജോലികളൊന്നും ഇല്ലാത്തൊരാൾ നാട്ടിൽ തന്നെ നിന്ന് ഇത്രത്തോളം പണം സമ്പാദിക്കുക സ്വാഭാവികമായും സംശയത്തിന് ഇടം നൽകേണ്ടതാണ്. പക്ഷേ അത്തരം കണ്ണുകൾ, രഹസ്യാന്വേഷണ കണ്ണുകളൊന്നും ഇയാളുടെ അരികിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു കേസിൽ
കേസ് കൊച്ചിയിൽ പിടികൂടുമ്പോഴാണ് ഈ നജീബാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ അറിയുകയും പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഈ ഒരു പരിശോധന നടത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷേ നേരത്തെ ഇത് കണ്ടെത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇയാളുടെ നീക്കങ്ങൾ, ഇയാൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, ഇയാൾക്ക് ഇത്രത്തോളം പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതൊക്കെ നേരത്തെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ആളുകളുടെ ഇത്തരത്തിലുള്ള അവയവദാന ഈ ഇടപാടുകളെല്ലാം ഇത്തരത്തിൽ തടയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്നത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ എന്തൊക്കെ തെളിവുകൾ കിട്ടുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ഇനി കണ്ണികളായി ഇയാളുടെ ശൃംഖലയായി പ്രവർത്തിച്ചവർ ആരൊക്കെയുണ്ട്, ഒരുപാട് ആളുകൾ ഇയാളുടെ ശൃംഖലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അത് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും വ്യാപകമായി ഇയാൾ ഇത്തരത്തിൽ കച്ചവടം നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെ ചൂഷണം ചെയ്ത് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ കൊടുത്ത് ഇത്തരത്തിൽ അവയവങ്ങൾ സ്വീകരിക്കുകയും പിന്നീട് അത് വ്യാജരേഖ ചമച്ച് അത് 50 ലക്ഷവും അതിനു മുകളിലും കച്ചവടം ചെയ്യുന്ന ഒരു വലിയ ശൃംഖല, അതിന്റെ മുഖ്യ സൂത്രധാരൻ അയാളുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇവിടെ നിന്നും എന്തൊക്കെ തെളിവുകൾ കിട്ടുന്നത് എന്നത് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടത് നിർണായകമാവും. NIA പരിശോധന നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ED കണ്ടെത്തൽ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ബാങ്കിൽ ഒരുപാട് പണം ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് പല ആശുപത്രികളിലുണ്ട് നിന്നുണ്ട്. ഈ ആശുപത്രികളിൽ നിന്നൊക്കെ ഇയാൾക്ക് എന്തിന് ഇത്ര പണം നൽകി എന്നത് ആ ആശുപത്രികളെല്ലാം ഉത്തരം പറയേണ്ടി വരും. ഏതായാലും ഇവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ കിട്ടിയതിന് ശേഷം അതിനുശേഷമായിരിക്കും ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. അതിനാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ഒരു പരിശോധനയിൽ ഇപ്പോൾ പങ്കാളികളാവുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇയാളുടെ കൂടുതൽ പശ്ചാത്തലങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതനുസരിച്ച് ഇപ്പോൾ കൊലപാതകം, മോഷണം ഉൾപ്പെടെ 13 കേസുകളാണ് ഇയാൾക്കെതിരെ നേരത്തെ തന്നെ നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇയാൾക്കൊപ്പം ഈ ഒരു കച്ചവടത്തിൽ പങ്കാളികളായിരിക്കുന്നവർ ആരൊക്കെ, അവരെല്ലാം ഇനി പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊപ്പം ED പരിശോധന, ഇയാളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട ദുരൂഹത ഒരുപാടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇയാൾ ആർക്കൊക്കെ പണം കൊടുത്തു, അതുപോലെ സ്വീകരിച്ചു, ഇത്തരം കാര്യങ്ങളെല്ലാം ED വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവമി. ശരി, എന്തായാലും അവയവക്കടത്ത് കേസിൽ നിർണായകമായൊരു നീക്കമാണ് ED ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോളും, കൊല്ലത്ത് നിന്നും ബിനീഷും, കാസർഗോഡ് നിന്നും KV ബൈജുവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.